1950 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ കരാർ ഇല്ലാതായതായി മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കുക, കേരള ജനതയെ രക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തലവൂർ നടുത്തേരി നവദീപം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ രാജാക്കന്മാരും ബ്രിട്ടീഷ് ഗവൺമെന്റുമുള്ള കരാർ നിയമപ്രകാരം ഇല്ലാതായി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഉമ്മൻചാണ്ടി കല്ലിടും, ഉമ്മൻചാണ്ടി ഉദ്ഘാടനവും ചെയ്യും. കേരളത്തിന്റെ മണ്ണിൽ അണക്കെട്ട് വെക്കുന്ന കേരളത്തിന്റെ കാഴ്ചയിലവാക്കി കേരളത്തിന്റെ മണ്ണിൽ അണക്കെട്ട് കെട്ടാൻ ജയലളിതയുടെ അനുവാദമൊന്നും വേണ്ട. വെറും 50 കൊല്ലമാണ് സാഹിബ് ഡാം എന്ന് പറഞ്ഞിരിക്കുന്ന ആയുസ്. 50 കൊല്ലം, 116 കൊല്ലം കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ മണ്ണാ, ഞങ്ങൾ തീരുമാനിക്കും. ഭരണഘടനാപരമായ ചില കാര്യങ്ങളുണ്ട്. വെള്ളം എന്ന് പറയുന്നത് സംസ്ഥാന സബ്ജക്റ്റാണ്. 1950 ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടാക്കിയ കരാർ ഇല്ലാതായതായും മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തു തന്നെ പണിയുമെന്നും അതിന് ജയലളിതയുടെയോ തമിഴ്നാടിന്റെയോ അനുവാദം ആവശ്യമില്ലെന്നും ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു കെ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ പ്രസംഗിച്ചു. പ്രദീപ് ഗുരുകുലം, ലൈവ് വാർത്ത, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.